أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. صدق الله العلي العظيم. ഇത്രയും സ്നേഹങ്ങൾ നിറഞ്ഞ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ ആദർശമാർഗത്തിൽ ജീവിതം സമർപ്പിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ച സ്നേഹനിധിയായ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സസൂക്ഷ്മം സംതൃപ്തിയോടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെന്ന് ആദ്യമായി എന്നോടും എന്നിൽ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയിൽ അവൻ അമലുകൾ ചെയ്യുമ്പോൾ, നമസ്കാരം പോലുള്ള അമലുകൾ ചെയ്യുമ്പോൾ അവനിൽ ഉണ്ടായിരിക്കേണ്ട ഈമാന്റെ ദൃഢതയെക്കുറിച്ച്, നിയ്യത്തിനെ കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് ബിജമിഅ ജവാനിബിൽ ഹയാത്ത്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും, നിഖില മേഖലകളെയും സ്പർശിക്കുന്ന ഏറ്റവും സുന്ദരമായ ജീവിത ദർശനമാണ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നത്. അപ്പൊ നമ്മളുടെ മനസ്സുകളിൽ ഈമാൻ എങ്ങനെയാണ് പ്രകടമാകേണ്ടത്? അല്ലെങ്കിൽ ഇസ്ലാം ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്നെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഒരിക്കൽ അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ശത്രുക്കളുടെ നേതൃത്വം വഹിച്ചിരുന്ന ഒരു കാലഘട്ടം, നമുക്കറിയാം അദ്ദേഹം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ്, മക്ക ഫതഹിന്റെ ഒക്കെ സമയത്താണ് ഇതിലേക്ക് കടന്നു വരുന്നത്. ആ ഘട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹം റോമിലെ രാജാവായ ഹിർക്കലിന്റെ അടുത്തേക്ക് വിളിക്കപ്പെടുന്നുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവമാണ്. അങ്ങനെ ഹിർക്കലിന്റെ അടുക്കൽ വിളിക്കപ്പെടുമ്പോൾ അബൂ സുഫിയാൻ അവിടെ സന്നിഹിതനാവുകയാണ്. ഹിർക്കൽ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, മക്കയിൽ വന്ന പ്രവാചകനെ കുറിച്ച് അറിയണം, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കൂടുതൽ അറിയണം. അങ്ങനെ ചോദിക്കുകയാണ് ഹിർക്കല്, അയ്യുക്കും അഖറബു നസബൻ ബിഹാദർ റജുൽ അല്ലദീ യസ്അമു അന്നഹു നബി, ഈ പ്രവാചകനാണെന്ന് വാദിക്കുന്ന ഈ മനുഷ്യനുമായിട്ട് കുടുംബപരമായിട്ട് നിങ്ങൾക്കിടയിൽ ഏറ്റവും അടുപ്പമുള്ളത് ആരാണ്? അബൂ സുഫിയാൻ പറഞ്ഞു, അന അഖറബുഹു നസബ, ഞാനാണ് കുടുംബപരമായിട്ട് അദ്ദേഹത്തെ കൂടുതൽ അടുത്താണ്. ഹിർക്കൽ പറയാണ്, അദ്നൂഹു മിന്നി, അദ്ദേഹത്തെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. വഖരിബു അസ്ഹാബഹു ഫജഅലൂഹും ഇൻദ ളഹ്രിഹി, അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ എന്ത് ചെയ്യണം? ചുറ്റും നിർത്തണം. ഇതിന്റെ ഒരു വാണി കൊടുക്കാണ്. ഈ കൂടെ വന്ന ആളുകള് ഈ പറയുന്ന അബൂ സുഫിയാൻ ഫഇൻ കദബനി ഫകദ്ദിബു ഫഇൻ കദബനി ഫകദ്ദിബു, അബൂ സുഫിയാൻ എന്തെങ്കിലും കളവ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കളവാണ് നിങ്ങൾ പറയണം എന്ന് കൂടെയുള്ളവരോട് ഉറപ്പിക്കാണ്. കാരണം രാജാവിന്റെ ദർബാറിലാണ്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, വഹൗലഹു ഉലമാഉ റൂം, റോം നമുക്കറിയാം, ഇപ്പോഴത്തെ യൂറോപ്പിന്റെ പോലും പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇൻഫ്ലുവൻസ് എവിടെ നിന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ റോമ നമുക്കറിയാം. റോമിലെ പ്രമുഖരായ ആളുകളൊക്കെ അവിടെ ഉള്ള ഒരു സദസ്സിൽ വെച്ചാട്ടോ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അങ്ങനെ അബൂ സുഫിയാനോട് ചോദിക്കുകയാണ്, ഈ മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അറിവുകൾ എന്താണ് ചോദിക്കുകയാണ്. അതിൽ ചോദിക്കുന്നുണ്ട്, ഫഹൽ കാന മിൻ ആബാഇഹി മലിക്കുൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു രാജാവും ഉണ്ടോ? ഇല്ല. ഇങ്ങനെ പല ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം,
فأشراف الناس يتبعونه أم ضعفاؤهم. ഈ പ്രവാചകന്റെ കൂടെ ചേരുന്ന ആളുകളിൽ മെജോറിറ്റി ആളുകൾ സമൂഹത്തിലെ ഉന്നതരായ ആളുകളാണോ ളുഅഫാഉഹും ദുർബലരായ ആളുകളാണോ? അബൂ സുഫിയാൻ പറഞ്ഞു ബൽ ളുഅഫാഉഹും, ദുർബലരായ ആളുകളെ കൂടുതൽ വരുന്നത്. അടുത്ത ചോദ്യം അയസീദൂൻ അം യൻഖുസൂൻ, അവരുടെ എണ്ണം കൂടുകയോ ചെയ്യുന്നത് കുറയോ ചെയ്യുന്നത്? അബൂ സുഫിയാൻ പറഞ്ഞു ബൽ യസീദൂൻ, അവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം ഫഹൽ യർതദ്ദു അഹദും മിൻഹും സഖ്തത്തുൻ ലിദീനിഹി ബഅദ യദ്ഖുല ഫീ, ദീനിൽ പ്രവേശിച്ചതിന് ശേഷം ഈ പറഞ്ഞ ടീമുകൾ ആരെങ്കിലും പിന്നീട് മുർത്തദ്ദുകളായി പോകുന്നുണ്ടോ? അന്നത്തെ കാലമായിട്ട് ചോദിക്കാണ്. അബൂ സുഫിയാൻ പറഞ്ഞാണ് ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. പിന്നെ അബൂ സുഫിയാനോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രവാചകൻ മുമ്പോട്ട് വെക്കുന്ന സന്ദേശം എന്താണ്? ഇതിപ്പോ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. എന്താ വെച്ച് കഴിഞ്ഞാല് അബൂ സുഫിയാൻ എത്രത്തോളം ദീനിനെ മനസ്സിലാക്കി എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. എന്താണ് മദ യഅ്മുറുക്കും, അദ്ദേഹം നിങ്ങളോട് പറയുന്നത് എന്താ? ഉഅ്ബുദുല്ലാഹ വഹ്ദഹു വലാ തുശ്രികു ബിഹി ഷൈഅ. അബൂ സുഫിയാൻ പറയാട്ടോ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ശിർക്ക് ചെയ്യാൻ പാടില്ല. വത്രുകു മാ യഖൂലു ആബാഉക്കും വയഅ്മുറുനാ ബിസ്സലാത്തി വസ്സകാത്തി വസ്സിദ്ഖി വൽഅഫാഫി വസ്സില. ഞങ്ങളോട് കൽപ്പിക്കുന്ന എന്താണ്? സകാത്ത്, നമസ്കാരം, അല്ലെ, സകാത്ത്, അതേപോലെ തന്നെ എല്ലാവരോടും നൈർമല്യത്തോട് പെരുമാറുക, കുടുംബബന്ധം ചേർക്കുക, സത്യസന്ധത പുലർത്തുക. ഇതാരാ പറയുന്നത്? അബൂ സുഫിയാൻ, അല്ലെ? ഇസ്ലാമിനെതിരെ ഏറ്റവും കൂടുതൽ കുതന്ത്രങ്ങൾ ഒരു കാലത്ത് നടത്തിയ, അതിന് നായകത്വം കൊടുത്ത ആൾ ആ കാലത്ത് പറയാണെന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ കുറിച്ച്. ഇത് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളൊരാൾ വിളിച്ചിട്ട് ഈ ദീനിന്റെ സന്ദേശത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത്ര കോൺഫിഡൻസോടെ പറയാൻ കഴിയുന്ന ആളുകൾ നമ്മൾ എത്ര പേരുണ്ട്? കൃത്യമായ എൽമിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യഥാർത്ഥത്തില് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യനിർമ്മിതമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീന്റെ അടിസ്ഥാനത്തിൽ, റിവീൽ നോളജിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ജീവദർശനമാണ്. കഴിഞ്ഞ ഒരു ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഹിന്ദു വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ജീവിതത്തെ നാലായി തിരിച്ചതും ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിൽ സമർപ്പിക്കപ്പെടുന്ന വേദത്തിലെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് നമ്മൾ പ്രസന്റ് ചെയ്തിരുന്നു. അവരുടെ യഥാർത്ഥത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ജീവിതദർശനത്തെ കുറിച്ച് ആ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്താ? നിലവിലെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാഹചര്യം പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന ആളുകൾ മെജോറിറ്റിയുമാരായിരുന്നു ളുഅഫാഉഹും, ദുർബലരായ ആളുകൾ. ളുഅഫ എന്നുള്ള ഖുർആന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജി തന്നെയാണ്. ളുഅഫ എന്ന് പറയുന്നത് ദുർബലരായ, അശരണരായ, പാവങ്ങളായ, അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത ഇടങ്ങളിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. ഇന്ത്യൻ സാമൂഹിക സാഹചര്യവുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രവാചകനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂസ അലൈഹിസ്സലാമാണ്, അല്ലെ? ഭൂരിപക്ഷമായ ഖിബ്തികളും ന്യൂനപക്ഷമായ ഇസ്രായേലുകളും. മൂസ അലൈഹിസ്സലാം തന്റെ നിയോഗ ലക്ഷ്യമായി ഖുർആൻ പറയുന്നുണ്ട്, വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർദി വനജഅലഹും അഇമ്മ വനജഅലഹുൽ വാരിസീൻ. ഞാൻ ഈ പ്രവാചകനെ നിയോഗിച്ചതിന്റെ ലക്ഷ്യം എന്താണോ? എൻ്റെ ഒരു വിഷൻ പറയുന്നത് ഇവിടുത്തെ മുസ്തലാഫീൻ, ആ ഹദീസിൽ നടത്തിയ പ്രയോഗം തന്നെയാണ്. ദുർബലരായ, അടിച്ചമർത്തപ്പെട്ട, അവഗണിക്കപ്പെട്ട ഈ ജനവിഭാഗങ്ങളുടെ പുരോഗതിയാണ്. അവരെ സമൂഹത്തിന്റെ നായകന്മാരാക്കണം. വനജഅലഹുൽ വാരിസീൻ, സമൂഹത്തിന്റെ അനന്തരവന്മാരാക്കണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിലെ അശരണരായ പാവങ്ങളുടെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തം എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ആൽ ഇംറാനില് നമ്മൾ എന്തിനാണ് ഈ ദുനിയാവിലേക്ക് വന്നതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. പലപ്പോഴും ഇതിനൊരു പ്രശ്നം ഇവിടെ ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ നിലവിൽ എഡ്യൂക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിക്കും ഇതൊക്കെ എന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ചിന്തയില്ല, മറിച്ച് എന്തേ ഉള്ളൂ, രക്ഷിതാവിന് പോലും കുട്ടിയെ പഠിപ്പിക്കാൻ എന്താ ഉദ്ദേശം? ഒരു നല്ല ജോലി കിട്ടണം, പൈസ കിട്ടണം, എന്റെ കുടുംബത്തെ നോക്കണം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ജീവിത ദൗത്യത്തെ കുറിച്ച് പലർക്കും ഓർമ്മയും ധാരണയുമില്ല. എന്നാൽ സൂറ ആൽ ഇംറാൻ 110-ാമത്തെ ആയത്തിൽ പറയുന്നത്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഉത്തമ സമൂഹമാണ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ദീനിൽ പ്രവേശിച്ചവരാണെങ്കിൽ. ഉഖ്രിജത് ലിന്നാസ്, അപ്പോൾ നിങ്ങളുടെ ബോധ്യം എന്തായിരിക്കണം? നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടതല്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ.
നന്മ കൽപ്പിക്കണം, നിങ്ങൾ തിന്മ വിരോധിക്കണം എന്ന് പറഞ്ഞാല് ഈ അർത്ഥത്തില് സമൂഹത്തെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തം ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ചതുപോലെ നിർവഹിക്കേണ്ട ആളുകളാണ് ഓരോ വിശ്വാസികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് സമൂഹത്തിലെ പ്രയാസപ്പെടുന്ന ആളുകളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ നിസായിൽ 75-ാമത്തെ ആയത്തിൽ ഇത് ഡയറക്റ്റ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഖുർആൻ ഒരു സംസാര ശൈലി പലപ്പോഴും അള്ളാഹു നമ്മോട് ഡയറക്റ്റ് സംസാരിക്കുന്ന പോലെയാണ്. എന്താ പറയുന്നത്? വമാ ലക്കും, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ലാ തുഖാതിലൂന ഫീ സബീലില്ലാ, നിങ്ങൾ എന്താ അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുക്കാത്തത്? വൽ മുസ്തളഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ ബിൽദാൻ, അള്ളാഹു പറയാട്ടോ, നിങ്ങൾ എന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? നിങ്ങൾ എന്താ ഇതിനെ കുറിച്ച് ഒന്നും ബോധമില്ലാണ്ടിരിക്കുന്നത്? അല്ലെ? ഈ ചില ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരു പണിക്കും പോകാണ്ട് വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ തോന്നും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിക്കുക പോകുന്നത്, എന്താ നിങ്ങൾക്ക് എന്തൊരു ബോധമില്ലാത്തത്, ചിന്തയില്ലാത്തത്? അള്ളാഹു പറയാണ് ഈ സമൂഹത്തിലെ മിനർ റിജാലി വൻ നിസാഇ വൽ ബിൽദാൻ, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ മുസ്തളഅഫീൻ എന്ന പ്രയോഗമാണ് ആ ഹദീസിൽ ഇവിടെ ഒക്കെ നടത്തുന്നത്. ഈ ആളുകൾ അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജഅലനാ മിൻ ലദുൻക വലിയ വജഅലനാ മിൻ ലദുൻക നസീറ. അവർ പ്രാർത്ഥിക്കുന്നത് എന്താ? ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അക്രമികൾ വായി നീ നാട്ടിൽ ഞങ്ങളെ രക്ഷിക്കണം, നിന്റെ അടുക്കുന്ന രക്ഷകനെ സഹായം തരണം. പക്ഷെ അള്ളാഹു പറയുന്നത് എന്താ? ഈ രക്ഷകനും സഹായിയും ഞാൻ ഡയറക്റ്റ് വരുവോ? ഇല്ല. എന്റെ മലക്കുകളായിക്കാണോ സംഭവിക്കല്ല. ഉമാലക്കും, എന്റെ ഖലീഫമാരായിട്ട് ഈ പ്രാതിനിധ്യ ദൗത്യം ഏറ്റെടുത്ത് നിങ്ങൾ ഉണ്ടായിരിക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിഷ്ക്രിയരായിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തില് മനുഷ്യരുടെ പ്രശ്നങ്ങൾ അറിയുക, അത് ഏറ്റെടുക്കുന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും റെസ്പോൺസിബിലിറ്റി എന്ന നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചരിത്രത്തില് പ്രവാചകന്മാരെ പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്കുക. യഥാർത്ഥത്തില് ആ സമൂഹത്തിലെ ഓരോ മനുഷ്യരെയും അതിരറ്റ് സ്നേഹിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കുകയും ചെയ്തിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സീറ കുറച്ചുകൂടി പറഞ്ഞ സന്ദർഭത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. സാന്ദർഭികമായി ഒന്നുകൂടി ഉണർത്തി കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകനായി ചൂസ് ചെയ്യപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോ നമ്മളും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും എവിടെ നിൽക്കും നമ്മൾ നോക്കുക. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അടുത്ത അനുയായികൾ ആരാ? നമുക്ക് സംശയമില്ലാതെ ഒറ്റ വാക്കിൽ നമ്മൾ പറയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതിനെക്കുറിച്ച് ആർക്കും സംശയം ഉണ്ടാവില്ല, അല്ലെ? ഇതിനെക്കുറിച്ച് ഒരാൾക്കും സംശയം ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിലും അവിടെ മദീനയിൽ പോയി നമുക്ക് മനസ്സിലാകും ഇപ്പോഴും അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് കൂടെയുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാണ്. ഇവരെങ്ങനെയാണ് സമൂഹമായി എൻഗേജ് ചെയ്തത്? ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലഖദ് ഖശീതു അലാ നഫ്സി, എനിക്ക് എന്നെ കുറിച്ച് പേടിയാവുന്നു. ഖദീജ പറയുന്നുണ്ട് ഭയങ്കര കോൺഫിഡൻസോടെ, കല്ലാ വല്ലാഹി മാ യുഖ്സിക അല്ലാഹു അബദാ, അല്ലാഹു നിങ്ങൾ ഒരിക്കലും കൈവടിയൂല. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം എന്താണ്? 5 റീസൺസ് പറയാണ്. ഇന്നക തക്സിബുൽ മഅദൂം വതഹ്മിലുൽ കൽ വതഖലിൽ ലൈഫ് വതുഈനു അലാ നവായിബിൽ ഹഖ് വതസ്ലുർ റഹം. നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. താങ്കൾ ഈ സമൂഹത്തിലെ നിരാലംബര ആളുകൾക്ക് അവലംബമാണ്, പ്രയാസപ്പെടുന്നവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആളുകളെ സഹായിക്കാൻ താങ്കൾ ഇറങ്ങാറ്, കുടുംബബന്ധം ചേർക്കുന്നു, വതഖലിൽ ലൈഫ് അതിഥികൾ ആദരിക്കുന്നു. ഈ നന്മകളുള്ള താങ്കൾ അള്ളാഹു ഒരിക്കലും കൈവിടില്ല. എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തുമായനയും അറിയില്ലായിരുന്നു. പക്ഷേ എഴുത്തുമായന കൊണ്ടും നേടേണ്ട എല്ലാ ക്വാളിറ്റീസും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നേടിയെടുത്തൊരു മനുഷ്യ ലോകത്തുണ്ടായിരുന്നെങ്കിൽ അഭിമാനത്തോടെ നമുക്ക് പറയാം ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയത് അനുയായികളോ? അവിടെ നമ്മൾ കമ്പയർ ചെയ്യണം. ഒന്ന്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം, അല്ലെ? അഭിമാനമാണ് നമുക്ക്, നീതിയുടെ സാക്ഷ്യമാണ്. അങ്ങനെ ഒരു ഭരണാധികാരി ലോകത്ത് ഉണ്ടായിട്ടില്ല നമുക്കറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അബൂ തൽഹ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. പലപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സിമിലർ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ആധികാരികത പലപ്പോഴും ശരിയായി കാണാറില്ല. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ എവിടെയൊക്കെ ഇറങ്ങിപ്പോകും. അപ്പൊ ഇത് അറിഞ്ഞിട്ട് തന്നെ കാര്യം, അങ്ങനെ ഉണ്ടല്ലോ, രാത്രി ഒരു മനുഷ്യൻ എവിടെയൊക്കെ ഇറങ്ങിപ്പോകും, എവിടത്തേക്കാ പോകുന്നത്, അല്ലെ? എത്ര നല്ല മനുഷ്യൻ അങ്ങ് ചിലപ്പോൾ നോക്കിപ്പോവല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുറകെ തൽഹ റളിയല്ലാഹു അൻഹു കൂടി. അങ്ങനെ അദ്ദേഹം കാണുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വീട്ടിലേക്ക് കടന്നു പോവാണ്. കുറച്ചു കഴിഞ്ഞ് ആ വീട്ടിൽ അദ്ദേഹം ഇറങ്ങിപ്പോയി. അപ്പൊ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നു?
ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ചോദിക്കാണ്, ഇവിടെ ഒരു മനുഷ്യൻ വന്നിരുന്നല്ലോ, മാ ബാലു ഹാദൽ റജുൽ അല്ലദീ യഅതി, എന്തിനാ മനുഷ്യരോട് വന്നത്? അപ്പൊ അവർ പറഞ്ഞു, ഇന്നഹു യതഅഹദുനി മുൻദു കദാ വകദാ യഅതീനി ബിമാ യുസ്ലിഹുനി വയഖ്റുജു അനിൽ അദാ. അതായത് അദ്ദേഹം കുറെ കാലമായിട്ട് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. എന്നിട്ട് എന്ത് ചെയ്യും? അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഫഇദാ ഹുവ ബിഅജൂസുൻ അംയാഉൻ മുഖഇദ. ഫഇദാ ഹുവ, അവൻ ആരാണ്? ബിഅജൂസ്, ഒരു വൃദ്ധനാളാണ്. അമ്യാ, അന്ധനാണ് അദ്ദേഹം. ബി മുഖഇദ, അങ്ങനെ കണ്ണ് കാണാത്ത വൃദ്ധനായ ഒരാളുടെ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത്. പിന്നെ അവിടെ ചെല്ലുന്ന പണി എന്താ? ആ വീട്ടിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എല്ലാം നിർവഹിച്ചതിന് ശേഷം മനുഷ്യൻ തിരിച്ചു പോകും. പക്ഷേ ഈ മനുഷ്യരാരാണെന്ന് ആ വൃദ്ധൻ അറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആരെ കുറിച്ചാണ് പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഇത് കേട്ടതോടുകൂടി അബൂ തൽഹ റളിയല്ലാഹു അൻഹു വല്ലാതെ പരവേശനായി. അദ്ദേഹം പറയുന്നുണ്ട്, ഹൽ യഫ്അലുൽ വാഹിദു മിന്നാ മാ അഹ്ലിഹി മാ യഫ്അലുഹു ഉമൻ മാ റഅയ്യതിഹി. അതായത് ഉമർ റളിയല്ലാഹു അൻഹു ഈ സമൂഹത്തിലെ അവശനായ വൃദ്ധന് വേണ്ടി ചെയ്യുന്ന കാര്യം നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ പോലും ചെയ്യാറുണ്ടോ? എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്നഹുൽ ഈമാനുൽ ലദീ വഖറ ഫിൽ ഖൽബി വസ്ദഖുൽ അമൽ. അതായത് ഈമാനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ ഈമാൻ അത് കൽബിൽ ഉറക്കുമ്പോ അത് അമലുകളിലൂടെ സത്യപ്പെടുത്തപ്പെടുന്നതിന് തെളിവാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. ഫലാ വല്ലാഹി ലാ തൻസാഹുൽ അയാമ വസ്സഖാല വൽ യതാമ മാദാമ ഫിൽ അർളി ഐമുൻ ഔ സഖല ഔ യതീം. ഈ ലോകത്ത് ഒരു വിധവയായ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യതീമുകൾ ഉണ്ടെങ്കിൽ, ആശ്രയ ആളുകൾ ഉണ്ടെങ്കിൽ, അവരൊരിക്കലും ഉമർ റളിയല്ലാഹു എന്ന് പറയുന്ന മഹാനെ കാലങ്ങളോളം മറക്കുകയില്ലെന്ന് അദ്ദേഹത്തെ കുറിച്ച് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഇതൊരു ഇൻസിഡന്റ് മാത്രമാണ്. റളിയല്ലാഹുവിന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ പലതും കേട്ടിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അനുയായികൾ ഭരണാധികാരികളായിരുന്ന കാലഘട്ടത്തിൽ പോലും ഈ സമൂഹത്തെ എത്രമാത്രം സേവിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സുവിധമായ സംഭവം നമ്മൾ കേൾക്കാറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബിഷയിലേക്ക് നാടുവിട്ടു പോകുന്ന സന്ദർഭത്തിൽ ഇബ്നു ദുഗന എന്ന് പറയുന്ന മുശ്രിക്കായ വ്യക്തി തടഞ്ഞു നിർത്തിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മിസ്ലുക ലാ യഖ്റുജു വലാ യുഖ്റജ്. അല്ലെ, ജനങ്ങളുടെ സമ്മതി നേടിയെടുക്കാൻ ആളുകൾ പെടാപ്പാട് പെടുന്ന കാലഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ എവിടെ നിൽക്കുന്നു. നിങ്ങളെപ്പോൾ ആളുകൾ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പാടില്ല. എന്തുകൊണ്ടാ? നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജ ബീവി പറഞ്ഞ അതേ വാക്കുകൾ ഇബ്നു ദുഗന എന്ന മുശ്രിക്ക് പിന്നീട് ചരിത്രത്തിന്റെ ആവർത്തനം എന്ന നിലക്ക് വീണ്ടും പറയാണ്. എന്താ പറയുന്നത്? ഇന്നക തക്സിബുൽ മഅദൂം വതഹ്മിലുൽ കൽ വതഖറിൽ ലൈഫ് വതഈനു അലാ നവാഇബിൽ ഹഖ് വതസ്ലുർ റഹം. അങ്ങനെ തന്നെ പറയുന്നത്. എന്താ പറയുന്നത്? താങ്കൾ അബൂബക്കർ, യാ അബൂബക്കർ, ഇന്നക തക്സിബുൽ മഅദൂം, നിരാലംബർക്ക് അവലംബമാണ്, കുടുംബബന്ധം ചേർക്കുന്നു, വതഹ്മിലുൽ കൽ, പ്രയാസപ്പെടുന്നവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നു, വതഖറിൽ ലൈഫ് വതഈനു അലാ നവാഇബിൽ ഹഖ് വഅന ലക ജാറുൻ ഫർജഅ ഫഅബ്ദു റബ്ബക ബിബലദിക്. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് പോകണ്ട, നിങ്ങൾക്ക് ഞാൻ സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ദുഗന സംരക്ഷണം കൊടുക്കാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നേരത്തെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇന്നഹു ഈമാനുൻ വഖറ ഫിൽ ഖൽബി വസ്ദഖുൽ അമൽ. ഇതുപോലെ നമ്മുടെ ഈമാൻ, നമ്മുടെ മനസ്സുകൾ നമുക്ക് ഈമാൻ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മളുടെ കർമ്മങ്ങളിലൂടെ ഈ സമൂഹത്തിലെ മനുഷ്യർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ദീന്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് അഭിമാനബോധത്തോടു കൂടി സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ സാധിക്കുക? നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് നിസ്സാരമായ കാര്യമല്ല. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ സ്വപ്നം കാണുന്ന ഒരു സംഗതി ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ, വിശ്വാസികൾ നിൽക്കുക നമ്മുടെ സ്വപ്നം എന്താ? സ്വർഗത്തേക്കാൾ വലിയ സ്വപ്നം നമുക്ക് എന്താണ്? സ്നേഹനിധിയായ നാഥനെ ഒന്ന് കാണണം, അല്ലെ? ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, എന്റെ റബ്ബിനെ ഒന്ന് കാണണം, അള്ളാഹുവുമായിട്ട് ഒന്ന് മുലാഖാത്ത് ചെയ്യണം. ലിഖാ, ഇത് നമ്മുടെ സ്വപ്നമാണ്. പക്ഷെ ഒരു ഹദീസിൽ അത് ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അതെപ്പോഴാണ് പറയുന്നത്? ഒരു ഹദീസിൽ പറയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാം യബ്നു ആദം മരിൽതു ഫലം തഅദുനി. ആദമിന്റെ മകനെ, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചില്ല. യാ റബ്ബി കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ, ഞാൻ നിന്നെ സന്ദർശിക്കും. അല്ലാഹു പറയാണ്, അമാ അലിംത അൻ അബ്ദി ഫുലാനൻ മരിൽ ഫലം തഅദുഹു, എന്റെ ഇന്ന അടിമ, അവിടെ മതവും ജാതിയും പറയുന്നില്ല, നീ അവൻ രോഗിയായി കിടന്നപ്പോൾ അവനെ സന്ദർശിച്ചിട്ടില്ല. അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജതനി അൻദ, അവിടെ പറയുന്ന പ്രയോഗം എന്താണോ? അന്നക ലൗ ഉത്തഹു, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ, ലവജതനി അൻദ, അവിടെ ലവജത്ത, നീ കാണുമായിരുന്നു, നീ എന്നെ, ഇൻദഹു, അവന്റെ അടുക്കൽ. എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ നമ്മൾ കാണുന്നത്, അള്ളാഹുവിന്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം?
ഈ സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. വീണ്ടും പറയുന്നുണ്ട്, വിശന്നു ഭക്ഷണം തന്നില്ല, എന്റെ അടിമ വിശന്നിരുന്നു, നീ എന്നെ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ. ദാഹിച്ചു വെള്ളം തന്നില്ല എന്ന് പറയുമ്പോ, എന്റെ ഇന്ന ദാസൻ ദാഹിച്ചിരുന്നു, അവന് നീ വെള്ളം കൊടുത്തില്ല എന്ന് പറയുമ്പോ, യഥാർത്ഥത്തില് സ്വഹാബികളുടെ ഡേ ടു ഡേ ലൈഫിൽ അങ്ങനെ ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും ആഴ്ചയിൽ ചെയ്യാന്നല്ല, ദൈനംദിന ജീവിതത്തിൽ അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന അവരുടെ ഈമാൻ വെളിപ്പെട്ടിരുന്ന ഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇബാദത്തുകൾ അത് പ്രോപ്പർ ആണെന്ന് മനസ്സിലാക്കാനുള്ള തെളിവ് കൂടിയാണെന്ന് നമ്മൾ സമൂഹമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും. ഉദാഹരണം പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മആരിജില് നമസ്കാരക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. നമസ്കാരം മാത്രം എടുക്കാം, ഓരോന്ന് വിശദീകരിക്കാൻ സമയമില്ല. ആരാണ് ഇല്ലൽ മുസല്ലീൻ, ആരാണ് നമസ്കരിക്കുന്നവൻ? അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം. നിങ്ങൾ പ്രോപ്പറായി നമസ്കരിക്കുന്നവനാണെങ്കിൽ നിങ്ങളുടെ സമ്പത്തിൽ ചില അവകാശം ഉണ്ട്. ആർക്കാ? ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവന് ഉപജീവനം വിലക്കപ്പെട്ടവന്. അവിടെ റൈറ്റ് ആട്ടോ. നിങ്ങളുടെ സമ്പത്തില് ഖുർആൻ പറയുന്നുണ്ട്, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താ ചെലവഴിക്കേണ്ടത്? ഖുലിൽ ആഫു, നിങ്ങൾ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കൊടുക്കണം. ആ കൊടുക്കുന്നതില് അതിന്റെ അവകാശികൾ നിങ്ങളെ ചുറ്റും ജീവിച്ചിരിപ്പുണ്ട്, അവരെ നിങ്ങൾ കണ്ടെത്തണം, അവർക്ക് നിങ്ങൾ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ചോദിക്കുമ്പോ നമുക്കൊന്നും പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ അർത്ഥത്തില് ഈമാനികമായ ബോധം നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന തെളിവെന്താ? ഫലാ യുദി ജാറഹു, അവൻ അയൽവാസി ഉപദ്രവിക്കൂല. അല്ലെ? ഏറ്റവും വലിയ അയൽവാസിയാണ്. അവിടെ മതവും ജാതിയും പറഞ്ഞിട്ടില്ല. ഒരു ഹദീസിൽ പറയുന്നു, അത് ഈമാന്റെ തെളിവായിട്ടാണ് പറഞ്ഞത്, വിശ്വാസം ഉണ്ടെങ്കിലാ പറഞ്ഞത്. ഒരു ഹദീസിൽ പറയുന്നുണ്ട്, മകാന ജിബ്രീൽ യൂസിനു ബിൽ ജാരി ഹത്താ ലനൻതു അന്നഹു സയവദിതു. നബി അലൈഹിസ്സലാം അയൽവാസിയെ കുറിച്ച് എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവസാനം ഞാൻ വിചാരിച്ചു എന്റെ അനന്തര സ്വത്ത് കൂടെ അവൻ കൊടുക്കണം. അത്രമാത്രം ഉത്തരവാദിത്വം അല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سورة الله العلي العظيم. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷ്മ ജീവിതത്തിൽ പുലർത്തി മുമ്പോട്ട് പോകണമെന്ന് ഉപദേശിക്കാൻ വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ. ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ ജീവിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഓഫറാണോ, അള്ളാഹിന്റെ പ്രോമിസാണ്, നമ്മുടെ പ്രോമിസല്ല. തീർച്ചയായിട്ടും അവന് ഞാൻ ഹയാതൻ തയ്യിബ, ഏറ്റവും ഉന്നതമായ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായ ജീവിതം അവന് ഞാൻ പ്രദാനം ചെയ്യും. വലനജിയന്നഹും, അല്ലാഹു പറയുന്നത് എന്താ? അവന് പ്രതിഫലം നൽകും. അജ്റഹും ബി അഹ്സനി മാ കാനൂ യഅമലൂൻ. അല്ലാഹു നോക്കുക, നമ്മൾ ചെയ്ത അമലുകൾ ഏറ്റവും നല്ലത് നോക്കിയിട്ട് എന്ത് ചെയ്യും? അള്ളാഹു നമുക്ക് പ്രതിഫലം തരികയും ചെയ്യും. അതുകൊണ്ട് ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിലേക്ക് എത്തണം നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതുപോലെ സൂചിപ്പിച്ചതുപോലെ ഈ ദീൻ അറിയണം, നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കണം. ഇഷ്ടംപോലെ ഓപ്ഷൻ നമുക്കുണ്ടല്ലോ. പിന്നെ അതിന് എന്ത് ചെയ്യണം? ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സുന്ദരമായ ജീവിതം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും, വ്യക്തിജീവിതമാകാം, കുടുംബജീവിതമാകാം, ബിസിനസ്സാകാം, പ്രൊഫഷനാകാം, പഠനമാകാം, എല്ലാറ്റിലും ഏറ്റവും ഉത്കൃഷ്ടമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാൻ, ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് സവിശേഷമായി അല്ലാഹു എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഈ സക്കാത്തിനെ കുറിച്ച് പറയും. അതേപോലെ തന്നെ ബഖറയുടെ തുടക്കത്തിൽ തന്നെ ഉമ്മാ റസഖനാഹു യുൻഫിഖൂൻ, അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട് തന്നാൻ്റെ മാർഗത്ത് കൊടുക്കുക. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾക്കിത് തന്ന റബ്ബിന് കൊടുക്കുന്ന നിങ്ങൾക്ക് പുണ്യം കിട്ടില്ല പറയണ്ട. ഈ ആയത്ത് ഇറങ്ങിയപ്പോ അബൂ തൽഹ റളിയല്ലാഹു ഓടി വരികയാണ്. എന്നാൽ ഹബീബ് ഇങ്ങനെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ശരിയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ബൈറുഹാ തോട്ടം ഞാൻ തരാണ്,
ഇങ്ങനെ കണ്ണുകൾ ഇപ്പോൾ കേൾക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഏറ്റവും ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒന്നുകിൽ ലുലുമാളോ അങ്ങനെ തമാശല്ല, ആ സമൂഹത്തിൽ ഏറ്റവും ആളുകൾ അട്രാക്ട് ചെയ്യുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ ഈ തോട്ടം. അതത്രയും വലിയ ആ തോട്ടം കൊടുക്കുക എന്നുള്ളത് സങ്കല്പിക്കാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കുക ഇത് വളരെ പ്രധാനമാണ്. ഞാനിത് സവിശേഷമായി പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പള്ളി കേരളത്തിന്റെ തന്നെ വളരെ ഒരു ശ്രദ്ധാകേന്ദ്രമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. എത്രയോ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രാദേശികമായിട്ടും വിദേശത്ത് വരുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്. പലപ്പോഴും ഞാൻ കമ്മിറ്റിയുടെ ആളുകൾ പറയും ഇത് ഏറ്റവും മനോഹരമാക്കണം. എന്നാൽ അള്ളാന്റെ ഭവനാണ്. നമ്മുടെ വീടൊക്കെ നമ്മൾ എത്ര മനോഹരമായി കൊണ്ടെടുക്കും അല്ലെ? നമ്മൾ വീടൊക്കെ എത്ര കടം വാങ്ങിയിട്ടെങ്കിലും എന്ത് ചെയ്യും, മനോഹരാക്കും അല്ലെ? ആ കടം തീർക്കുമ്പോൾ തന്നെ മനുഷ്യർ നടക്കും. അള്ളാന്റെ ഭവനം, എൻ്റെ റബ്ബിന്റെ ഭവനം നമുക്ക് അങ്ങനെ ആക്കണമല്ലോ. അതുകൊണ്ട് പള്ളിയുടെ പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഇത് ഞാൻ പറയണം നിങ്ങൾ കേൾക്കണം തീരുമാനിച്ചത് അള്ളാഹു മാത്രമാണ്. ഇത് ചോദിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അതിലൊരു മടിയുമില്ല, ഒരു ലജ്ജയില്ല. അതുകൊണ്ട് കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഇതിന്റെ പല വർക്കുകളും